ഹൈസ്കൂൾ പഠനകാലത്താണ് സാൽവിൻ എന്ന കുട്ടിക്ക് ടോൺസിലസ് ബാധിക്കുന്നത്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ ഗുരുതരമായി കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ സാൽവിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. സാൽവിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഏതാണ്ട് 2 ദിവസത്തിന് ശേഷം അവൻ്റെ ഓപ്പറേഷനും ഡോക്ടർ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷനെല്ലാം ശേഷം അവൻ്റെ റൂമിൽ റെസ്റ്റ് എടുക്കുമ്പോൾ സന്ദർശകനായിട്ട് അവൻ്റെ മ്യൂസിക് ടീച്ചർ അവനെ കാണാൻ വരുന്നുണ്ട്. മ്യൂസിക് ടീച്ചർ കാണാൻ വന്നപ്പോൾ ടീച്ചറുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു. പിന്നീട് ടീച്ചർ വിട പറഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ പുസ്തകം സാൽവിന് കൊടുത്തുകൊണ്ടാണ് ടീച്ചർ വീട്ടിലോട്ട് പോകുന്നത്. ഈ പുസ്തകം ഒരു നോവലായിരുന്നു. ഒരു മഹായുദ്ധത്തിന് ശേഷം കുറച്ച് മനുഷ്യരുടെ കഥ പറയുന്ന ഒരു നോവൽ. ഓപ്പറേഷന് ശേഷം വളരെ വേദനയോടെയാണ് അവൻ്റെ ഓരോ ദിവസവും നീക്കിക്കൊണ്ടിരുന്നത്. ഈ വേദനയിൽ നിന്നൊരു ഒളിച്ചോട്ടം എന്ന രീതിയിൽ അവനവൻ്റെ വായനയിൽ മുഴുകാൻ തുടങ്ങി. പുസ്തകം വായിച്ച് വായിച്ച് അവസാന ഭാഗത്തോട്ടെത്തിയപ്പോൾ അവസാന 4 പേജുകൾ കാണാനില്ല. ഇതവനെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അന്ത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം കഥയിൽ കേട്ട പോലെ സാൽവിനുണ്ടായ അതേ സങ്കടവും അല്ലെങ്കിൽ അതേ ആവലാതിയൊക്കെ തന്നെയാണ് ശിഷ്യന്മാരിലും കാണാൻ പറ്റുന്നത്. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നും എന്തൊക്കെ അടയാളങ്ങളായിരിക്കും ഈ അന്ത്യത്തിന് മുമ്പ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാർ. ഈശോയുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് ഈശോയുടെ നാമത്തിൽ വരാൻ പോകുന്ന കപടപ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ്. സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഈ ലോകാവസാനം ഒരിക്കലും ഭൗതികമായിട്ട് നടക്കുന്നൊരു പ്രതിഭാസമല്ല, പകരം ആത്മീയമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഈശോയാണ് നമ്മളുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ മൂലകേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഈശോയിലുള്ള വിശ്വാസം എന്നൊരു മനുഷ്യന് നഷ്ടപ്പെടുന്നുവോ, അന്നവൻ അന്ധകാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോകും. ഇന്ന് നമുക്ക് ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്യാനുള്ള കൃപയ്ക്കായിട്ട്. ആമേൻ.